ഇതിൻ്റെ പുറകെ കൂടെ വന്ന് ഒരൊറ്റ അടിയുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കാന്നുള്ള ഒരൊറ്റ അടി അടിക്കുന്നു. അപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു അടി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലെവൽ എന്തായി തീരുന്നറിയാലോ. ഓർക്കുമ്പോൾ ബാക്കി വന്ന് ഒരു ഒറ്റ അടി വന്ന കുഴപ്പമില്ല, ഓർക്കപ്പുറത്ത് അടിച്ചാലേ കുഴപ്പമുള്ളൂ. നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ സെറ്റിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആ ഫോട്ടോ എടുത്തത് അതാണ് ഈ പുള്ളി കുറച്ചുകൂടി എഡിറ്റ് ചെയ്ത് അത് സംഭവിച്ചേക്കുന്നത്. അതായത് ഈ പുള്ളിക്കാരി അച്ഛന് കൊടുക്കുന്നൊരു ഫോട്ടോ, ഈ സാധനം ഈ പുള്ളിക്കാരി ദൂരെ നിന്നാണ് കൊടുത്തോണ്ടിരുന്നത്, അടുത്ത് വന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ അത് എഡിറ്റ് ചെയ്ത് അടുപ്പിച്ചു ആക്കി വെച്ചു എന്നാണ് വിശ്വസിക്കാൻ പറ്റുന്ന പറയേ. അത് പുള്ളിക്കാരിയെ ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചായിട്ട് പറയുന്നത്. ഇതാണ് ഇതിനകത്തെ കാതലായ ഭാഗം, ഇതാണ് നിങ്ങൾ കേൾക്കേണ്ട ഭാഗം. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള പേരിൽ എൻ്റെ 3.5 കോടി ഈ പുള്ളി സോജൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടാതെ 50,000 രൂപ നിനക്ക് ഈ പൈസ തരാൻ കഴിവുണ്ടോ എന്ന് അറിയാനായിട്ട് ഇപ്പം തരാം എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞിട്ട് 50,000 രൂപ ചേച്ചി ബാങ്കിൽ കൊണ്ട് വെക്കുന്ന പ്രൂഫ് ഉൾപ്പെടെ എനിക്ക് ആ ചേച്ചി അയച്ചു തന്നിട്ടുണ്ട്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്തൊരു ബെല്ലേക്കൺ ഉണ്ട്, അതിൽ പിടിച്ചൊന്ന് കിണീണ അടിച്ച് വെക്കുക. നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടെ എത്തും, നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും. ഇനി ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ഇടുക. കുറഞ്ഞ പക്ഷം ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ കമൻറ്റായിട്ട് ഇടുക. നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായകരമാവും. നമ്മൾ കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ ഈ മാസവും ഹൊയ് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കയറിപ്പോത്തുള്ളൂ. അപ്പോൾ നല്ല മനസ്സിനുടമകളെല്ലാം കമൻറ്റുകൾ ഇടുക, സഹായിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനും അതിനുള്ള മറുപടി തരാനും നമ്മളിവിടെ കാത്തിരിക്കുകയാണ്. കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് അച്ചായനെ ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അച്ചായനെ ഫോളോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അച്ചായൻ ഒരു വിവാഹം കഴിച്ചു. അച്ചായന് മുന്നേ ഒരു കാമുക ഉണ്ടായിരുന്നു. ഈ മുൻ കാമുകയെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങളും അലിഗേഷൻസും ഒക്കെ അച്ചായൻ പറയുന്നു. അതോടൊപ്പം പുതിയ കാമുകയായിട്ട് ചേർന്ന് അച്ചായൻ മൂന്നാറിൽ പോകാമെന്ന് പറഞ്ഞ് BMW എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അച്ചായൻ്റെ ഈ മുൻ കാമുകി എന്ന് പറഞ്ഞ ആൾ ആരൊക്കെയോ പറഞ്ഞ ആൾ ഇപ്പോൾ അവരുടെ പ്രതികരണവുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രതികരണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ആദ്യം ആ പ്രതികരണം ഒന്ന് കണ്ടിട്ട് വരാം. അതിന് റിപ്ലൈ കൊടുത്തിട്ട് ഇതുപോലെ നോർമലി കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ അർജന്റാണ്, എങ്ങനെയും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പിന്നെ വിളിക്കുന്നത് ഇവർ അമ്മയും കൊണ്ടാണ്. ഈ സോജൻ എന്ന് പറയുന്ന ഈ തങ്കു എന്ന് പറയുന്ന അവർ അമ്മയും കൊണ്ടാണ് എന്നെ കോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് നോർമലി സങ്കടമൊക്കെ പറഞ്ഞു, ആരുമില്ല, അവരുടെ കുറേ സ്റ്റോറീസ് പറഞ്ഞു, നോർമലി ഒരു സ്റ്റോറീസൊക്കെ പറഞ്ഞ് ചുരുക്കത്തിലൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ കേട്ട് ഓക്കെ അമ്മ വിഷമിക്കേണ്ട, നമ്മളൊരു അമ്മ, നമുക്കും ഉണ്ട് അമ്മമാർ. അപ്പോൾ ആ ഒരു അതായത് പുള്ളിക്കാരി പറയുന്നത് ഈ അച്ചായനെ പരിചയപ്പെട്ട എങ്ങനെയാണെന്ന് നേരത്തെ വന്ന ജാങ്കോ സ്പേസി പറഞ്ഞിട്ടില്ലായിരുന്നു, ഇവർ രണ്ടും കൂടെ ഒന്നിച്ച് വന്നേ. ഇപ്പോൾ പറയുന്ന അച്ചായനെ ഒരിടത്ത് വെച്ച് പരിചയപ്പെട്ടു, അന്ന് അച്ചായൻ ഭയങ്കര കാശുകാരൻ മാസ് ജാടയൊക്കെ കാണിച്ചു വന്നു. അതിനുശേഷം ആരുടെയോ എന്ന നമ്പർ തപ്പിയെടുത്ത് ഈ കുട്ടിയെ വിളിച്ചു. ഈ കുട്ടിയെ വിളിച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇത്ര വയസ്സുണ്ട്, അമ്മയെ നോക്കാൻ ഒരാളെ വേണമെന്ന് പറയുന്നു. ഈ പുള്ളിക്കാരിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ആ അച്ചായൻ ആദ്യം വിളിച്ചതിന് ശേഷം അമ്മയാണ് വിളിച്ച് കൺവിൻസ് ചെയ്യുന്നത്. അങ്ങനെ പുള്ളിക്കാരി വരുന്നു. ഈ അമ്മ വിളിച്ച് കൺവിൻസ് ചെയ്ത കഥ ഇന്നലെ നമ്മൾ ഈ അച്ചായൻ്റെ ഒരു റിലേറ്റീവ് ഒരു വോയിസ് മെസ്സേജ് റിലീസ് ചെയ്ത് നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തും പറയുന്നുണ്ട് ഇവൻ ആദ്യം വിളിക്കും, അതിനുശേഷം അമ്മയാണ് ഇവരെ വിളിച്ചിട്ട് മോനെ ഒന്ന് കല്യാണം കഴിക്കണം, മോനൊരു ജീവിതം വേണമെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സാധനം തന്നെയാണ് ഈ കുട്ടിയും പറയുന്നത്. അപ്പോൾ അവിടെ എന്തോ ഒരു മാച്ചിങ് ഉണ്ട്. അതിനുശേഷം ഈ അച്ചായൻ ഈ ദേഷ്യം വരുമ്പോഴത്തേനും അച്ചായൻ നിഷ്ഠൂരനും അതിക്രൂരനും വഞ്ചകനും ചതിയനുമായിട്ട് മാറുന്നുണ്ട്. ആ സാധനത്തെക്കുറിച്ച് ഈ കുട്ടി പറയുന്നുണ്ട്. അതോടെ നമുക്കൊന്ന് കേൾക്കാം. ഇത് ചെയ്യരുത്, ഇത് അങ്ങനെ ചെയ്യരുത്, നിന്നെ ഫോണിൽ ഇങ്ങനെ ഫോൺ ചെയ്യരുത് എന്നുള്ള രീതി. നമ്മൾ ചേട്ടാ അത് പറ്റത്തില്ല, എൻ്റെ ഫ്രണ്ട്സ് വിളിക്കും, എൻ്റെ ഫാമിലി അതെൻ്റെ ഇഷ്ടമല്ല, അത് ചേട്ടനോട് പറയണ്ട, വീട്ടിൽ ഇരിക്കുന്ന ചേട്ടന് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇല്ല അങ്ങനെ പറ്റത്തില്ലൊന്നുമില്ല. ഈ പുള്ളിക്കാരൻ ഫോൺ പിടിച്ച് താറയിലോട്ട് ഒരൊറ്റ അടി, എൻ്റെ ഫോൺ പൊട്ടിപ്പോയി. അതായത് ഈ പുള്ളിക്കാരി അച്ചായൻ്റെ വീട്ടിൽ ഹോം നേഴ്സായിട്ട് നിൽക്കുകയാണ് അമ്മേനെ നോക്കാനായിട്ട്. ആ സമയത്ത് ഈ പുള്ളിക്കാരിക്ക് കുറേ കോളുകൾ വരും, വീട്ടിൽ നിന്നുള്ള ആൾക്കാർ വിളിക്കും, സുഹൃത്തുക്കൾ വിളിക്കും, ഒക്കെ വിളിക്കും, ആരൊക്കെ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ അച്ചായൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. അച്ചായൻ്റെ വീടാണ്, അച്ചായൻ വെച്ചാണ് റൂള്. അച്ചായൻ പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഇരുന്ന് ഫോൺ സംസാരിക്കാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ സംസാരിക്കണേ എന്നോട് മാത്രം സംസാരിക്കും. അങ്ങനെ പറഞ്ഞില്ല, ഫോൺ സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുള്ളിക്കാരി അത് പറ്റത്തില്ല, എനിക്കെന്നെ വീട്ടുകാരോട് സംസാരിക്കണ്ടേ. സ്വാഭാവികമായ ചോദ്യം. അച്ചായനോട്ടാണ് ഈ പെൺകുട്ടിയുടെ ഫോൺ മേടിച്ച് ഒറ്റയാട്ടി നിലത്തോട്ടടിച്ച് ഫോൺ തവിട് പൊടിയായിട്ട് പൊട്ടിച്ചു എന്നാണ് ഈ കുട്ടി നിലവിൽ പറഞ്ഞത്. ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് വരാട്ടാ. അങ്ങനെ ഞാൻ കിടന്ന് ഭയങ്കര കരഞ്ഞു, എനിക്കങ്ങ് വിറച്ചു പോയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ഇത്. അപ്പോൾ അവർ അമ്മ ചോദിച്ചു എന്തുവാണ് നീ കാണിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരു നോർമൽ ടോക്ക് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് വീട്ടിൽ വിളിക്കും, അവർ ടെൻഷൻ അടിക്കും, ഒന്നാമത് ഇങ്ങനെയൊക്കെ ഒന്നിക്കുക ടെൻഷൻ അടിക്കും, എനിക്ക് എങ്ങനെയല്ലേ എൻ്റെ ഫോൺ ശരി ഇങ്ങനെയൊക്കെ വന്നിക്കുന്നുണ്ട്, ടെൻഷൻ അടിക്കും. എങ്ങനെയൊക്കെ വന്നിക്കുന്നുണ്ട്, വീട്ടിൽ ഒരു അമ്മയെ നോക്കാൻ വന്നിക്കുന്നുണ്ടോ? ഓക്കെ അല്ലെങ്കിൽ എനിക്ക് നാളെ എൻ്റെ ഫോൺ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം
എറണാകുളത്തുള്ള മൊബൈൽ കെയർ ഒരു ഷോപ്പുണ്ട്. അതിലെ താജു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ അവന്റെ ഫ്രണ്ടാ. ആ പുള്ളിക്കാരന്റെ ഷോപ്പിൽ പോകുന്നു, ഫോൺ പുതിയത് വാങ്ങിച്ചു തരുന്നു. വേറെ ഭയങ്കര പിന്നെ പുള്ളി ടെൻഷന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ടെൻഷൻ ഉണ്ടായിരുന്നു, ആ പുറത്ത് ടെൻഷൻ്റെ പുറത്ത് ഫോൺ പൊട്ടിച്ചാ ക്ഷമിച്ചാളാ. അതായത് അച്ചായൻ ദേഷ്യം വന്നപ്പോൾ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു. അതിനുശേഷം എറണാകുളത്ത് ഒരു കടയിൽ നിന്ന് മേടിച്ചു കൊടുത്തു. ഇന്നലെ അച്ചായൻ്റെ ഒരു റിലേറ്റീവ് പുറത്ത് വിട്ട വോയിസ് മെസ്സേജിനകത്ത് ഇതിനോട് സമാനമായ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടിയല്ല, വേറെ ഏതോ കുട്ടിക്ക് ഒരു ഫോൺ മേടിച്ചു കൊടുക്കുന്ന കേസ് ഞാൻ ഒന്ന് കേൾപ്പിച്ചേ, നിങ്ങൾ കേട്ടോ. എൻ്റെ കുറെ പൈസയും വാങ്ങി ആ പെണ്ണിന് കൊടുക്കാനാണെന്ന് പറഞ്ഞ മൊബൈലും മേടിപ്പിച്ചു. അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ സോദൻ. അതായത് ഈ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക എന്നുള്ളത് അച്ചായൻ്റെ ഒരു ദൈനംദിന പ്രവൃത്തിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഫോൺ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഫോൺ മേടിച്ചു കൊടുക്കുക എന്നുള്ളത് അച്ചായൻ്റെ ഒരു ഹോബിയാണ്. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഫോൺ വേണമെങ്കിൽ അച്ചായനെ കോൺടാക്ട് ചെയ്താൽ അച്ചായൻ ഫോൺ മേടിച്ചു തരും, മസ്റ്റാണ്. അച്ചായൻ ഇത് സ്ഥിരം നടത്തുന്ന പരിപാടിയാണ്. ഇതിനുശേഷം ഈ പെൺകുട്ടിക്ക് ആ വീട്ടിലുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ അച്ചായൻ ഈ പെൺകുട്ടിയുടെ ബാക്കിൽ അടി സഖേ എന്ന് പറഞ്ഞൊരു അടി തന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. കേട്ടോണേ, സൂക്ഷിച്ച് കേട്ടോണേ. എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറകെ കൂടെ വന്ന് ഒരൊറ്റ അടിയുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കാന്നുള്ള ഒരൊറ്റ അടി അടിക്കുന്നു. അപ്പൊ എന്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു അടി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലെവൽ എന്തായി തീരുന്നറിയാലോ. ഓർക്കുമ്പോൾ ബാക്കി വന്നൊരു ഒറ്റ അടി വന്ന കുഴപ്പമില്ല, ഓർക്കാപ്പുറത്ത് അടിച്ചാലേ കുഴപ്പമുള്ളൂ. ഓർക്കാപ്പുറത്ത് എന്നെ ആരും വന്ന് അടിച്ചേക്കല്ലേ. ഈ ഓർക്കാപ്പുറത്ത് അടി വേണ്ടുന്നവരല്ല അച്ഛൻ്റെ അടുത്ത് പോകും, ഓർക്കുമ്പോൾ അടി വേണ്ടുന്നവരൊക്കെ എങ്ങോട്ട് പോകും. ഓർക്കാപ്പുറത്തായാലും ഓർക്കുമ്പോഴായാലും ഒരാളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല സുഹൃത്തെ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ പോകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ബോഡി എങ്ങനെയാണ് പോയത് എനിക്കറിയില്ല. അത് എങ്ങനെ ചെയ്യണം, അത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ആ കുറച്ചു നേരം ഞാൻ നിന്നിരുന്നു പോയി. അത് ടെൻഷൻ്റെ പേര് തെറ്റുപറ്റിയത്, നിങ്ങൾ ക്ഷമിക്കുക. ഓർക്കപ്പുറത്ത് ആ വേദന ഭയങ്കര അസഹനീയമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ പുള്ളിക്കാരി വിഷമിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ എന്തോ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചട്ടിയും കലവും മുട്ടിയാലേ തട്ടത്തും മുട്ടത്തും ഒക്കെ ഉള്ളൂ എന്നൊന്ന് മനസ്സിലാക്കുക. ആ ഒരു കണ്ടീഷൻ ആയപ്പോൾ അവരമ്മ ചോദിച്ചു എന്തോ അടഞ്ഞു കാണിച്ചു അങ്ങനെ എങ്ങനെയാന്ന്. അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു അടി നടുവിനിട്ട് തന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. നമ്മൾ അറിയുന്നില്ല. പുള്ളിയുടെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയോ, പുള്ളി മാനിനാന്ന് കാണിക്കാൻ ആര് കോള് വിളിച്ചാലും അത് റെക്കോർഡ് ചെയ്യുക. ആര് കോൾ വിളിച്ചാലും അച്ഛൻ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അച്ഛനെ വിളിക്കുന്നവർ അത് മൈൻഡിൽ വെച്ചിട്ട് വേണം സംസാരിക്കാൻ കേട്ടോ. ഇനി ഇത് മാത്രമല്ല, ഈ കുട്ടി മറ്റു ചില കാര്യങ്ങളൂടെ പറയുന്നുണ്ട്, അതും കൂടെ നമുക്ക് കേട്ട് നോക്കാം കേട്ടോ. വലിയ അലിഗേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, നമുക്ക് കേട്ട് നോക്കാം. പിന്നെ വിചാരിച്ചു പോട്ടെ, ഒരു അമ്മ പറഞ്ഞതല്ല. അപ്പോഴും നമ്മുടെ മനസ്സങ്ങനെ ആയിപ്പോയി. ഏതാ അച്ചായ വന്നു ഒറ്റ അടി തന്നു. അടിക്കാത്ത നമ്മളങ്ങ് നിന്നിരുന്നു പോയി. നമുക്കങ്ങ് വേദന എടുത്തു. നമ്മൾക്ക് വിഷമമുണ്ടായി. നമ്മുടെ ഫോൺ അവിടെ നിന്ന് എറിഞ്ഞ് പൊട്ടിച്ച്, വേറെ ഫോൺ മേടിച്ചു എന്നാലും എറിഞ്ഞ് പൊട്ടിച്ചു. ഇത്ര ദുരനുഭവം ഉണ്ടായ ഒരു വീട്ടിൽ ആ കുട്ടി പിന്നെയും നിന്നു. എന്തുകൊണ്ട്? അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം. ഒന്ന്, അങ്ങനെ ദുരനുഭവം ഉണ്ടായ വീട്ടിൽ നമ്മൾ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ട്, അത്തരത്തിലൊരു അടിക്കുക, ഉപദ്രവിക്കുക, ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണമായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും കേസ് കൊടുക്കാം, നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. മൂന്ന്, നിങ്ങളുടെ വീഡിയോസും ഈ അച്ചായനുമായിട്ടുള്ള ഒന്നിച്ചുള്ള റീലൊക്കെ കണ്ടെടുത്തോളം നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ക്ലോസ്നെസ് ഉണ്ട്, ഒരു അടുപ്പമുണ്ട്. അതിന് പ്രണയമാണോ അതോ മറ്റെന്തെങ്കിലും നയമാണോ എന്ന് എനിക്കറിയത്തില്ല. അതിൽ കുട്ടി പറ. ആ ഒരു രീതിയിൽ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ പുള്ളി എന്നെ സ്വന്തമാക്കണം, പുള്ളിയുടെ വൈഫാണ് ഞാൻ എന്നുള്ള ലേബലാക്കി കഴിഞ്ഞു. ആ ലേബലിൽ അങ്ങ് സംസാരം. പുള്ളി പിന്നെ അങ്ങ് നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ സെറ്റിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആ ഫോട്ടോ എടുത്തത് അതാണ് ഈ പുള്ളി കുറച്ചുകൂടി എഡിറ്റ് ചെയ്ത് അത് സംഭവിച്ചേക്കുന്നത്. ഓഹോ, മനസ്സിലായോ? അതായത് ഈ അച്ചായൻ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പുള്ളിക്കാരി അച്ചായന് കൊടുക്കുന്നൊരു ഫോട്ടോ. അത് സോഫയിലൊക്കെ നമ്മൾ നോർമലി ഇങ്ങനെ ഇരിക്കുവേ. അപ്പോൾ അച്ചായൻ വന്നിങ്ങനെ, അപ്പോൾ ഈ സാധനം ഈ പുള്ളിക്കാരി ദൂരെ നിന്നാണ് കൊടുത്തോണ്ടിരുന്നത്, അടുത്ത് വന്നിട്ടില്ല. അപ്പോൾ അച്ചായൻ അത് എഡിറ്റ് ചെയ്ത് അടുപ്പിച്ചു ആക്കി വെച്ചു എന്നാണ് വിശ്വസിക്കാൻ പറ്റുന്ന പറയേ. നിങ്ങളൊരു ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞ് ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ പ്രണയിച്ചു, ബ്രേക്കപ്പ് ആയി, അത് അത്രേ ഉള്ളൂ. സനി കിടന്ന് മെഴുകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് എഡിറ്റഡ് ഫോട്ടോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കണ്ടിട്ടുള്ളവർ അത് എഡിറ്റഡ് ആണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇവർ തമ്മിൽ എന്തോ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അത് ഇവരുടെ പഴയ ഇൻ്റർവ്യൂക്കകത്ത് ഇവർ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചോളൂ എന്നൊക്കെ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവർ തമ്മിലൊരു ഡിങ്കോൾഫി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിന് റിയാക്ട് ഉടനെ ചെയ്തത്. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ ഒരാളായിട്ട് നടക്കുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളിയുടെ ഇതിനകത്തൊന്നും ഇതാവേണ്ട കാര്യമില്ല. അങ്ങനെ ലാസ്റ്റ് പിന്നെ ഇതുപോലെ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തുന്ന പോലത്തെ സംസാരവും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം തൊപ്പിയുടെ ഒന്നും നമുക്ക് വേണ്ട, അതിനുശേഷം നമുക്ക് ബാലൻസ് കിട്ടും നോക്കാം. വളരെ മോശമാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ട്രാപ്പിലാക്കുമെന്ന് പറയത്തില്ലേ, അമ്മയുടെ മോന്റെ പരിപാടി മെയിൻ ബിസിനസ് ആണെന്ന് ഞാൻ തന്നെ പറയാം.
അതായത് ഈ അമ്മയെക്കുറിച്ചുള്ള ചോദ്യം, അമ്മയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെന്ന് പറഞ്ഞപ്പോഴത്തേനാണ് ഈ പുള്ളിക്കാരി പറയുന്നത് വളരെ മോശം അനുഭവമാണ്. അമ്മ ഈ പുള്ളിക്കാരൻ കൂടെ നമ്മളെ ട്രാപ്പ് ആക്കുന്നൊരു പരിപാടിയാണ് ചെയ്യുന്നത്. അതായത് ഇത് ഇന്നലെ ആ റിലീസ് ചെയ്ത വോയിസ് മെസ്സേജിലുണ്ടായിരുന്നു. ഇവർക്ക് മെയിനായിട്ടുള്ള ബിസിനസ്സാണ്, ഏതെങ്കിലും ആൾക്കാരെ സ്വാധീനിക്കുന്നു, അവരെ പറഞ്ഞ് പറ്റിച്ചു കുറേ പൈസ അടിക്കുന്നു, അതിനുശേഷം അവരെ തേച്ചങ്ങ് വിടുന്നു. അല്ലെങ്കിൽ വിളിച്ചതുപോലെ ആദ്യം ഈ പുള്ളിക്കാരൻ സംസാരിക്കുന്നു, രണ്ടാമത് അമ്മ വിളിച്ച് സംസാരിക്കുന്നു, അതിനുശേഷം മോളെ അമ്മയെ നോക്കാൻ ആൾ വേണം മോനെ, എൻ്റെ മോനൊരു കുഞ്ഞിനെ അപ്പം ഭാര്യ വേണം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിളിക്കുന്നു. അതിനുശേഷം ഇവർ വിവാഹിതരാകുന്ന പോലെ കാണിക്കുന്നു, പുള്ളിക്കാരുടെ എന്നൊക്കെ അടിച്ചു. അതായത് ഫുള്ളൊരു സ്കാമറാണ് ഈ അച്ചായനും അച്ചായൻ്റെ അമ്മയെന്നാണ് പറയപ്പെടുന്നത്. അത് കണ്ടിടത്തോളം എനിക്കും അത് ഫീൽ ചെയ്തു. കാരണം ആദ്യം ഈ അച്ചായന് പണം വേണമെന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്ത അല്ലെങ്കിൽ ഇട്ട് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പറഞ്ഞത് അച്ചായൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞത്. പക്ഷേ അച്ചായൻ ഒരിടത്ത് പോലും അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറയുന്നില്ല. അച്ചായൻ എല്ലായിടത്തും ന്യൂമോണിയയുടെ തുടക്കമായിട്ട് ശ്വാസം മുട്ടൽ വന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അച്ചായന് പൈസ വേണ്ടി വന്നു, ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റായി, എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അവിടെ തന്നെ ഒരു കള്ളത്തരം ആവശ്യമില്ലാതെ ഓവർ സിമ്പതി കിട്ടാൻ പറഞ്ഞ പോലെ തോന്നി. പിന്നെ അച്ചായനോട് വിഷമമുള്ള എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അച്ചായൻ അങ്ങനെ ആവും. അതിനുശേഷം പുള്ളിക്കാരൻ ഞാൻ മാസുടാ, ഞാൻ കിങ്ങിടാ, ആ ഒരു സെറ്റപ്പിലേക്ക് അച്ചായൻ മാറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മിസ്മാച്ച് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കുട്ടി ബാക്കി പറ. ഗേൾസിനെ വളച്ചെടുത്ത് ഈ പുള്ളിക്കാരൻ എല്ലായിടത്തും പറയും എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം. ഇപ്പോഴും പറയുന്നുണ്ട് എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം. ഈ അമ്മ തന്നെ ബാത്റൂമിൽ വീണ് കിടന്ന സമയത്ത് ആ സമയത്ത് ഞാൻ കണ്ടതാണ്. ഈ പുള്ളിക്കാരന് പുള്ളിക്കാരത്തി വയ്യ എന്ന് പറയുമ്പോൾ പോലും അവിടെ എന്തെങ്കിലും ഒരു ടാബ്ലറ്റും കൊടുത്ത് അവിടെ ഇരുത്തുന്ന ഒരു മോനാണിത്. അതായത് അച്ചായൻ സ്നേഹത്തിനൊന്നും വില കൽപ്പിക്കാത്ത ഇവരൊരു കംപ്ലീറ്റ് സ്കാമറാണെന്ന് തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. ബാക്കിയും കൂടെ കേട്ടോ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതായത് ഇനിയും പുള്ളിക്കാരി പറയാൻ പോകുന്നത്, പുള്ളിക്കാരിയെ ഒരാൾ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാട്ടോ പറയുന്നത്. ഇതാണ് ഇതിനകത്തെ കാതലായ ഭാഗം, ഇതാണ് നിങ്ങൾ കേൾക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ മറ്റേ കേൾക്കലെന്നല്ല. പേര് ഞാൻ പറയുന്നില്ല. ആ ചേച്ചി എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു വൈഫാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അല്ല ചേച്ചി വൈഫല്ല. ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരി ചോദിച്ചാണ്. ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരി ചോദിച്ചാ. അപ്പം നമ്മൾ മറ്റൊരാൾക്ക് അങ്ങനെ തോന്നുന്ന തരത്തിൽ നമ്മൾ നടന്നു. അതായത് കുട്ടി പ്രണയമല്ല ഹോം നേഴ്സായിട്ട് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരാൾക്ക് അങ്ങനെ തോന്നുന്ന പോലെ നമ്മൾ നടന്നു. അതുകൊണ്ട് അവർക്ക് സംശയം വന്നവർ ചോദിച്ചു. ഓക്കെ, ഞാൻ അല്ല ചേച്ചി, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. അപ്പോൾ ഞാൻ അല്ല. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള പേരിൽ എൻ്റെ 3.5 കോടി ഈ പുള്ളി സോജൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടാതെ 50,000 രൂപ നിനക്ക് ഈ പൈസ തരാൻ കഴിവുണ്ടോ എന്ന് അറിയാനായിട്ട് ഇപ്പം തരാം എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞിട്ട് 50,000 രൂപ ചേച്ചി ബാങ്കിൽ കൊണ്ട് വെക്കുന്ന പ്രൂഫ് ഉൾപ്പെടെ എനിക്ക് ആ ചേച്ചി അയച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായില്ല. അതായത് ഈ അച്ചായൻ സിനിമ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഞാൻ സമ്മതിച്ചു. അച്ചായൻ അത് പ്രൊഫൈലൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഒരു പെൺകുട്ടിയെ സമീപിക്കുന്നു, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് സെറ്റപ്പാണ്, ഞാൻ ഭയങ്കര സംഭവം എന്ന് പറയുന്നു. 3.5 കോടി രൂപ ആ ചേച്ചിയുടെ നിന്ന് വാങ്ങുന്നു. അതിനുശേഷം അച്ചായൻ പറയുന്നു ഞാൻ മേടിച്ച 3.5 കോടി എനിക്ക് തിരിച്ചു തരാൻ ആസ്തി ഉണ്ടോ എന്ന് അറിയാനായിട്ട് നീ ഒരു 50,000 രൂപ എനിക്ക് ഇങ്ങോട്ട് താ. ഇത് മറ്റില്ല, അതുപോലെ ആയിപ്പോയല്ലോ. നിനക്ക് ഞാൻ ആരാന്ന് അറിയത്തില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും ഞാൻ ആരാന്ന്. അപ്പം നിനക്ക് ഞാൻ പറഞ്ഞു തരും ഞാൻ ആരാന്നും താൻ. ആ ഒരു സെറ്റപ്പായി പോയല്ലോ ഇത്. പുള്ളിക്കാരൻ മേടിച്ച 3 കോടി തിരിച്ചു കൊടുക്കാനായിട്ട് പുള്ളിക്കാരൻ മേടിച്ച 3 കോടി തിരിച്ചു കൊടുക്കാനായിട്ട് പുള്ളിക്കാരി വീണ്ടും 50,000 തന്നിട്ട് പുള്ളിക്കാരൻ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാനുള്ള പാങ്ങുണ്ടോ നോക്കണം. എന്തൊരു സെറ്റപ്പാണിത്. ആ ചേച്ചിയുടെ ആങ്ങളയ്ക്ക് എന്തോ ഒരു മെന്റൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ പോലും ട്രീറ്റ്മെന്റിന് പോലും പൈസ ഇല്ലാതെ അത്ര ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു ചേച്ചിയാണ് ചേച്ചി. അപ്പൊ ആ ചേച്ചി എൻ്റെ പൊന്നോ, അതായത് ആങ്ങളയ്ക്ക് വയ്യാതെ ട്രീറ്റ്മെന്റിന് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ചേച്ചി 3.5 കോടി രൂപ എടുത്ത് സിനിമ കയറ്റാന്ന് പറഞ്ഞിട്ട്. ആങ്ങളുടെ ട്രീറ്റ്മെന്റ് നമ്മുടെ പൈസ ഇല്ല, പക്ഷേ സിനിമ കയറ്റാൻ 3.5 കോടി രൂപ അച്ചായന് കൊടുത്തു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന പുള്ളിക്കാരി ഒന്നെങ്കിൽ പറയുന്ന ഫുള്ള് കള്ളമാണ്, ഫുള്ളല്ല കുറേയൊക്കെ കള്ളമാണ്, അല്ലെങ്കിൽ കുറേ മസാലയൊക്കെ ഇങ്ങനെ തൂകുന്നുണ്ട്. ഈ 50,000 രൂപ ചിലപ്പോൾ കൊടുത്ത കേസുള്ളതായിരിക്കും. 3.5 കോടിയുടെ കേസുള്ളതാണെന്ന് എനിക്കറിയത്തില്ല, 50,000 ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ആങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് പൈസ ഇല്ല, പക്ഷെ നമ്മൾ 3.5 കോടി രൂപ എടുത്ത്. കൊള്ളാം, ഫ്രഷ് സാധനം. പറ്റിച്ച ചേച്ചി എന്നും വിളിച്ചിട്ട് എന്നെ കരയുമായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അറിയാണ്ട് ഇതെന്തോ സത്യം നമുക്കറിയില്ലല്ലോ. ആ സമയത്ത് ഈ പ്രോബ്ലം ഒക്കെ നടക്കുന്നതിന് മുമ്പേ ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരൻ ചോദിച്ചു ഇതെന്താ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. ഈ പുള്ളിക്കാരൻ ഞാൻ അറിയാണ്ട് ഇതേ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്ക് അന്നോട്ട് ഞാൻ ഈ പുള്ളിയെ വാച്ച് ചെയ്യുന്നുണ്ട്. അടുത്ത ഫ്രഷ് സാധനം. അതായത് ഞാൻ ആ വീട്ടിൽ ജോലിക്ക് വന്ന ഹോം നേഴ്സാണേ. അപ്പം ഞാൻ എന്നെ ഒരു ആൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ തമ്മിലുള്ള നല്ല നടപ്പ് കണ്ടിട്ട് ഒരാൾ കോൺടാക്ട് ചെയ്ത് വൈഫാണെന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി. അതിനുശേഷം അത് നമ്മൾ അച്ചായനോട് ചോദിച്ചു. അച്ചായൻ എന്തോ ചെയ്തു, ഞാനറിയാതെ ലോക്ക് ചെയ്തിട്ടോ അല്ലാതെ ആയിട്ടുള്ള എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. നമ്മൾ അത്രയ്ക്ക് സ്വാതന്ത്ര്യമാണ് നമ്മുടെ മുതലാളിക്ക് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെയാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായത് ഇവർ തമ്മിൽ എന്തോ ഡിങ്കോൾഫി ഉണ്ടെന്ന് തന്നെയാണ്. ഇനി ഈ പ്രൊഡ്യൂസറിൻ്റെ കേസ്, അച്ചായൻ പ്രൊഡ്യൂസറാണ്, പണം തട്ടുന്നു എന്നുള്ള കേസ് ഇന്നലെ വന്ന വോയിസ് മെസ്സേജിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതോടൊന്ന് കേൾക്കാട്ടോ. സിനിമ പ്രൊഡ്യൂസറാണ്,
അതാണ് ഇതാണ് സിനിമ നടനാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും. പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവന്റെ അമ്മയാണ് വിളിക്കുന്നത്. അവനൊരു കല്യാണം വേണം. ഇതിനകത്തൊക്കെ ഇവർ പറയുന്ന സാധനങ്ങളൊക്കെ ഏകദേശം യോജിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് അവർ ഇവരെല്ലാം പൊടിപ്പും തൊങ്ങലൊക്കെ ചേർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അച്ചായനെതിരെ ഭയങ്കര അലിഗേഷൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അച്ചായൻ എത്രയും പെട്ടെന്ന് ഇത് പ്രൂവ് ചെയ്യുക. എനിക്കൊന്ന് ഇപ്പോൾ കെട്ടിയ പെണ്ണിനെ കെട്ടാൻ വേണ്ടി കെട്ടിയതായിരിക്കും. ആ പെണ്ണിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അത് പബ്ലിക്കിൻ്റെ മുന്നേ അനൗൺസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നല്ല രീതിയിൽ നടക്കട്ടെ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പെൺകുട്ടി അത്യാവശ്യം ഉടായ്പ സാധനങ്ങൾ പറയുന്നുണ്ട്. അച്ചായൻ നല്ല ആക്ടറാണ്. അച്ചായന് നിങ്ങൾ സിനിമയിൽ അവസരം കൊടുത്തു കഴിഞ്ഞാൽ അച്ചായൻ ഒരു ഓസ്കാർ അവാർഡ് മേടിക്കും. ഇതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ കൊണ്ടുള്ള അറിവുള്ളൂ കേട്ടോ. നമുക്ക് ഇവരൊന്നും പേഴ്സണലി അറിയത്തില്ല. എൻ്റെ അനുമാനങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. എന്തായാലും കൊള്ളാം. രണ്ടുപേരും നല്ല രീതിക്ക് പൊടിപ്പും തൊങ്ങലൊക്കെ ഇട്ടിട്ട് അവരവരുടെ ഇപ്പം ഞാനും ഒരാളും തമ്മിൽ പ്രശ്നം ഉണ്ടായി. ഞാൻ പറയുമ്പോൾ എനിക്ക് എൻ്റെതാണ് ന്യായം, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതാണ് ന്യായം. ഇത് തന്നെ സംഭവം. ഏതായാലും ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത് വീഡിയോ കണ്ടവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നല്ലേ. ബൈ. മറ്റേ 3 കോടി രൂപ